പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജെസ്സി അഗസ്റ്റിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു സാർ. അവർ പാലക്കാരിയാണ്. ഇപ്പോൾ ഒരു ഒമാൻ ഹോസ്പിറ്റലിൽ താമസിക്കുക. ഒമാൻ ഹോസ്പിറ്റലിൽ അവർ നേഴ്സിംഗ് സൂപ്പറുണ്ട്. ഇവർ കർത്താവിനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ ടോക്ക് എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളെ പോയി ഫലം പ്രഭവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നിയോഗത്തെക്കുറിച്ച് അവർക്കൊരു അഭിഷേകം കിട്ടി. കർത്താവാണ് എന്നെ നിയോഗിച്ചത്. ഉടമ്പടി കാലത്ത് ഉടമ്പടി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഒത്തിരി പേർക്ക് നിയോഗം കിട്ടണുണ്ട്. ശക്തമായ നിയോഗം. ഈ നിയോഗം കിട്ടിയതിന് ശേഷം അവർ എല്ലായിടത്തും പറന്ന് വെട്ടി. എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് യുഗത്തിനേക്കാൾ ശക്തമായ രീതിയിൽ ഉടമ്പടി യുഗത്തിൽ നിയോഗങ്ങൾ ആൾക്കാരെ വാങ്ങിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കയ്യിലുണ്ട്. എന്തെല്ലാം ഉണ്ട് കയ്യിൽ പ്രവർത്തിക്കാൻ? ഉടമ്പടി ഉപ്പുണ്ട്. എന്തെല്ലാം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ? ഉടമ്പടി കാശുരൂപമുണ്ട് അല്ലേ? ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളാണ്. എന്തിനുള്ള ആയുധങ്ങളാണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആയുധങ്ങളാണ്. ഇത് കൈമാറാനുള്ള നിയോഗം കിട്ടിയാൽ പിന്നെ നിങ്ങൾ അത്യുത്സാഹം കാണിക്കണം. ഇപ്പം ജെസ്സി അഗസ്റ്റിൻ്റെ സാക്ഷ്യം എന്താൽ, ഇവർ ഒമാനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് വിസിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുകയാണ്. എന്തോ സംഭവം എറി കൊണ്ടാണെന്ന് തോന്നുന്നത്. കണ്ണിൻ്റെ കാഴ്ച പോയി. 6/6 കാഴ്ച എന്ന് അവർ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് 6 കാഴ്ചകൾ കറക്റ്റാകുമ്പോഴാണ് ഫുൾ കാഴ്ച നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവന് ഒരു കാഴ്ചയുമില്ലാതെ ഇങ്ങനെ അന്ധനായിരിക്കുകയാണ്. അവർ പയ്യൻസാണ്. അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർ മുസ്ലിം ലേഡിയാണ്. പക്ഷേ ഈ നേഴ്സ് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും, ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാ ഭാഷയിലാണ്? ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്ത് ചോദിക്കും? അറബിയിലോ എന്ന് ചോദിക്കും. അപ്പോൾ ജെസ്സി അഗസ്റ്റിൻ പറയും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കണ ഒരാളാണെന്ന് പറയും. അതാണ് അവർക്ക് ആ സമയത്ത് അവരുടെ ഡയലോഗ് ഭയങ്കര രസമാണ്. അതായത് അവർക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന്. ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടിയപ്പോൾ ഉടനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഒരു ബോധ്യം ആ ഒമാൻകാരത്തേക്ക് കിട്ടി. ഉടനെ പറഞ്ഞു, ഓക്കെ യു പ്രേ എന്ന് പറയും. ഇവരങ്ങനെ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രെയർ ചെയ്യും. പ്രെയർ ചെയ്തിട്ട് ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിനെ നെറ്റി കുരിശ് വരച്ച് കണ്ണിലും പെരട്ടിയിട്ട് പിറ്റേ ദിവസം അവിടെ കൂടി വരുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും കാണാത്ത പോലെ മുമ്പത്തേക്കാൾ തെളിച്ചം കിട്ടും. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും. അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കുഞ്ഞിനെ കാഴ്ച പ്രാപിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ ഇവർ ഫോളോ അപ്പ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടിയിലെ ഇറച്ച വസ്തുക്കളിലൂടെ എന്റെ ശക്തി പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിറ്റേ ദിവസം ഇവർക്ക് നിയോഗം കിട്ടിയിരിക്കണമല്ലോ. പിറ്റേ ദിവസം ഇതുപോലെ ഇവർ രോഗിയെ കണ്ടുമുട്ടും. റുക്കിയ എന്ന് പറഞ്ഞൊരു ഇതുപോലെ തന്നെ റൊമാൻ ലേഡിയെ കുഞ്ഞിനെ കാണും. ആ കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ പോലെ ഈ കുഞ്ഞിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ കയറിയിട്ട് പതിര ബ്ലോക്കായിട്ട് കാർബൺ ഡയോക്സൈഡ് 100-120% കൂടി. അപ്പോൾ വെന്റിലേറ്റർ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാണല്ലോ അവസാന അഭയം, കൃത്രിമ ശ്വാസം കൊടുക്കണം. വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴും ജെസ്സി അഗസ്റ്റിന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ അവരോട് ചോദിച്ച്, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്ക് കണ്ടില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കർത്താവിനെ കൈമാറാൻ തയ്യാറായാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ.
തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിത്യമായ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ പൊതുപൗരോഹിത്യത്തിലേക്ക് എന്നെ പുതു അഭിഷേകം ചെയ്യണമേ. ഇനി ഉടമ്പടിയുടെ ഒരു പുതിയ ലോകമാണ് വരണത്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത ഉടമ്പടിയല്ല ഇനി വരാൻ പോണത്. ഇനി വരാൻ പോകുന്നത് പൊതുപൗരോഹിത്യത്തിൻ്റെ ഒരു കാലമാണ്. പൊതുപൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജെസ്സി അഗസ്റ്റിൻ നിർവഹിക്കുന്നത് പൊതുപൗരോഹിത്യമാണ്. അതായത് ഈ വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ ഡോക്ടർമാർ പോലും ചിലപ്പോൾ അതിനെ മരിക്കാൻ വിട്ടേക്കും. ഡോക്ടർമാർ പോലും. കാര്യം എന്താ? കാർബൺ ഡയോക്സൈഡ് 120%. എന്നിട്ട് ഇവർ ഉടമ്പടി തൈലം പൂശിയിട്ട് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് അവരോട് പറയും, ഉച്ചയ്ക്ക് ഇതിൻ്റെ കാർബൺ, അതിന് പ്രത്യേക ടെക്നിക്കൽ ടൈമാണ് പറയുന്നത്, ഇതിൻ്റെ കാർബൺ ഒന്ന് പരിശോധിക്കണമെന്ന് അവരോട് പറയും. ABG പരിശോധിക്കാൻ പറയും. ABG പരിശോധിക്കാൻ പറയുമ്പോൾ അത് 65% കുറയും. പിന്നെയും ഇവർ പ്രാർത്ഥിക്കും. അപ്പോഴേ ഉടമ്പടി തൈലം പൂശി വീണ്ടും പ്രാർത്ഥിക്കും. അപ്പോഴ് വീണ്ടും അത് 39% കോമൺ ആയിട്ട് മാറും സാധാരണ മനുഷ്യർക്ക്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണം കോമൺ പ്രീസ്റ്റ്ഹുഡ്. കോമൺ പ്രീസ്റ്റ്ഹുഡ് വെച്ചാൽ ഞാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ കർത്താവിനെ കൈമാറാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നീ ഫലം പുറപ്പെടുവിക്കപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ 1 പത്രോസിന്റെ 5:9 വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ന് പറഞ്ഞേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. 2 പത്രോസ് 9 5:9. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 1 പത്രോസ് 9:2-9 ശ്രുതികട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 2:9 എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും തിരഞ്ഞെടുപ്പ് കണ്ട. എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞ. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അപ്പോൾ അവർ വിരുന്നുകാരല്ല, ദൈവത്തിൻ്റെ വീട്ടുകാരാണ്, സ്വന്തപ്പെട്ടവരല്ലേ. ഈ സ്വന്തപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളാണെന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. മനസ്സിലായ? അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെടുക. ഇന്നലെ ഒരു വെളിപാടുണ്ടായി. വാട്ട് ഈസ് ഹോളിനെസ്, എന്താണ് സാങ്ക്ടിറ്റി, എന്താണ് വിശുദ്ധി. അപ്പോൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞത് വിശുദ്ധി എന്ന് പറയണത് പാപത്തിന് പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ടുള്ള ഐക്യദാർഢ്യമാണ് വിശുദ്ധി എന്ന് കൈയിട്ടിച്ച് കർത്താവ്. യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുകയും പാപത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്നാണ് കർത്താവിൻ്റെ വചനം വിശ്വാസി വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമ 1:6 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതായത് മനുഷ്യന് ഒറ്റ വിളിയേ ഉള്ളൂ. നമ്മൾ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ കോൾ ആൻഡ് സെലക്ഷൻ, അല്ലേ?
വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത്. പക്ഷേ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ള വിളിയാണ്. അല്ലാതെ മീൻകാരൻ വിളിക്കണ പോലെ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിളിക്കണ പോലെ, ഫോണിൽ വിളിക്കണ പോലെ അല്ല. ഇതൊരു കോൾ ടു ഇൻറ്റിമസിയാണ്, അതായത് കോൾ ടു ഓൺനെസ് ആണ്. അതായത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ അങ്ങയുടെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് പാപത്തെ വെറുത്ത് മറ്റു മനുഷ്യരിലെ വിശുദ്ധിക്ക് വേണ്ടി അങ്ങയുടെ നാമത്തെ കൈമാറാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ സ്വന്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, നന്ദി, ആരാധന. അതായത് 1 പത്രോസിന്റെ 2:9 നമ്മൾ വായിച്ചതാണ്. വിളി എന്താണ്? യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിയാണ്. ആ വിളിയിലൂടെ എന്താണ്? റോമ 1:6 അനുസരിച്ച് സ്വന്തമാകാൻ വിളിയാണ്. പക്ഷേ 1 പത്രോസ് 2:9 അനുസരിച്ച് കൊണ്ട് രാജകീയ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണ്. നമ്മളെ വിശ്വാസം സ്വീകരിക്കുന്നവർ കൂടി ക്രിസ്തുവിനെ സ്വന്തമാകുകയും ക്രിസ്തുവിനെ ലോകത്ത് കൈമാറാൻ വേണ്ടി പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡാണ്, ശുശ്രൂഷ പൗരോഹിത്യം. നിങ്ങൾക്ക് എന്താ? പൊതു പൗരോഹിത്യമാണ്. അപ്പോൾ ഈ പൊതു പൗരോഹിത്യം ആക്ടിവേറ്റ് ആകണം എപ്പോഴാണ്? ഇപ്പം ജെസ്സി, ഞാൻ എന്തോ ഇത് പറയാൻ കാര്യം, ആ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സാക്ഷ്യങ്ങളാണ് ജെസ്സി അഗസ്റ്റിനില്ലേ, അത് പൊതു പൗരോഹിത്യം അവർ ചെയ്തിരിക്കണത്. കാര്യം അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അവരെ ക്രിസ്തുവിനെ കൊടുക്കാനൊരു പഴുത് കണ്ടാൽ വിശ്വാസത്തോടെ അവരെ കൊടുക്കാൻ തയ്യാറാകുന്നു. അത് ഏത് രാജ്യത്തായാലും ശരി, ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി, വർദ്ധിച്ച ആധ്യാത്മിക അഭിഷേകത്തോടു കൂടി അവർ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുകയും താൻ ജീവിക്കുന്നതിന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അതുങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കൈയിട്ടിച്ച് കർത്താൻ പൊതു പൗരോഹിത്യത്തെ കുറിച്ച് ഇനി സംസാരിക്കുന്നത് വചന അവസാനം വരെ സംസാരിക്കുന്നുണ്ടേ. അൽമയർക്കുള്ള വിശ്വാസികൾക്കുള്ള പൊതു പൗരോഹിത്യ ശുശ്രൂഷ ഉടമ്പടി ഏറ്റവും ശക്തമായ രീതിയിൽ ലോകത്തിലെ ദൈവത്തിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെളിപാടിന്റെ പുസ്തകം 1:6 വായിച്ചോളൂ. ശ്രുതികട്ടെ. വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്ത ദൈവത്തിന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബൈ ഫെയ്ത്ത് വി ആർ ഓൾ പ്രീസ്റ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമുക്ക് പങ്കാളിയായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൻ്റെ പരിചാരകരായി മാറുകയും സുവിശേഷത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരും സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതികട്ടെ. നാമത്തിന് സ്വന്തം ചെയ്യും. അങ്ങനെ ജനത്തിന് പോലെ അങ്ങനെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എവിടെയെല്ലാം അങ്ങേ കണ്ടുമുട്ടുവാനും കൊടുക്കുവാനും കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കുവാനും ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലത് കരത്താൽ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. സത്യബന്ധങ്ങളും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവെ വിശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുകയും ക്രിസ്തുവിനെ ലോകത്തെ ക്രിസ്തുവിൻ്റെ അടയാളമായി കൂദാശയായി മാറിക്കൊണ്ട് കർത്താവ് അറിയാത്തത് അറിയിക്കുകയും ക്രിസ്തുവിനെ അറിയിക്കുകയും അറിഞ്ഞൊരു ആഴപ്പെടുത്തുകയും ചെയ്യാൻ ഉടമ്പടിയുടെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് എല്ലാ മക്കളെയും ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ ഒരുമിച്ച് വരിക. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Hallelujah. Lord. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിന് നിയോഗം പോലെ കർത്താവിന് കൈമാറ്റ. നിങ്ങൾക്കറിയാവില്ല 3:15 അറിയാവോ? എനിക്ക് എപ്പോഴും 3:15 കുറിച്ച് എപ്പോഴും എനിക്ക് അതായത് കർത്താവ് അപ്പോസ്തലന്മാരെ 12 പേരെ വിടും. 12 പേരെ വിടുമ്പോഴെന്തിനാണ്? ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ, മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന കർത്താവ് അപ്പോസ്തലന്മാർക്കുണ്ട അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായി ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ പ്രവർത്തനമായിട്ടാണ് 3:15 വർക്കൗട്ട് ചെയ്യുന്നത്. മർക്കോസ് 3:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ പറഞ്ഞ പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അധികാരം നൽകുന്നെന്നാ പറയണത്. അധികാരം നൽകാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അധികാരം നൽകാൻ. ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തെ കർത്താവിനെ കൊടുക്കാൻ, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഈശോ നിയമിച്ച് അയക്കുന്ന സന്ദേശമാണ്. അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസിയായിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക, ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം. കൃപാസന ഈസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ്. അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ്. ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെ ഉള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോഴൊക്കെ ഇത് ഷെയർ ചെയ്യണം ഈ സന്ദേശം. കാരണം ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 3 പേരായി നിൽക്കുക. പുരുഷന്മാർ, സ്ത്രീകളെ 3 പേരായി നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക. നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതു പൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യം കൈമാറാൻ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. മൂന്ന് പേര് പരസ്പരം കൈകൾ വിടർത്തി വെക്കുക. അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവെ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആണ്ടമേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ, വിടർത്തി വെച്ചതിന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം
നിന്റെ മുൾക്കിടത്തിന് ഒഴുകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, ലോകത്തെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം, ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോഴും കൈകളിലേക്ക് വീഴട്ടെ. യേശുക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകൾ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൈകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. ഈ കൈകൾ പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. മക്കൾ ഭാഷാവർദ്ധ ശ്രുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ലോകവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്പെടുന്നാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുരകളിലും, ശരീരകോശങ്ങളിലും, ഞരമ്പുകളിലും, ആന്തരിക അവയവങ്ങളിലും, കരളിലും, കിഡ്നികളിലും കർത്താവിൻ്റെ നിറയട്ടെ, കർത്താവിൻ്റെ അടിപ്പെടുന്ന പോലെ, അടിപ്പെടുന്ന പൈതാക്കാലം പോലെ ദൈവിക ശക്തി പറയട്ടെ. പാദരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുരകൾ, ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, മൂക്കിന് ദശ വളർന്നവർ, വയലിൽ ശിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ ശിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ. കൈകളെടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അച്ഛൻ പറഞ്ഞ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്.
കൃപാസ ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരം തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? ആരെല്ലാം 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവര്, പൊതു പൗരോഹിത്യത്തെ കർത്താവിൻ്റെ വിശ്വവിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സുവിശേഷത്തിന്റെ സാക്ഷിയായി മാറാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം കൈ എടുക്കരുത്. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തൊരു ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തു പോയ ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തു പോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ കർത്താരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകള്, പൈശാചിക സ്വാധീനങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് അമ്മമാതാവിന്റെ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ, ഇൻ കേസ് എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കാം. മക്കളെ, എന്തെങ്കിലും വിഷയം അച്ഛൻ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ആരാധന കൂടിയാലും എന്നും നിങ്ങൾ ഈ ആരാധന കൂടിയാലും ഇത് പ്രസക്തമാണ്. അച്ഛൻ എന്തെങ്കിലും വിഷയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം കൃപയും ഉണ്ടാവും, വിടുതൽ പ്രാപിക്കും.
ഇരിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.